പൊന്നു പാപ്പ, വണ്ടി നിങ്ങളും കാത്തു നിൽക്കുക. ആസാൻ നടന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് ആയിക്കോട്ടെ പാപ്പ. പാപ്പ, ഞാന് പള്ളിപ്പെരുന്നാളിന് വരട്ടെ. അത് നന്നായിട്ട് പഠിക്കുക. എന്നെ കൊണ്ടേലേ ഞാൻ കഴിയിട്ടോ. അല്ല, ഇത്ര നേരം ബാത്റൂമിൽ എന്തായിരുന്നു പണി? ഒരു പരിപാടിക്ക് വേണമല്ലോ കൂട്ടാ, തൂറിട്ട് പോണ്ടേ, അതായിരുന്നു. തൊപ്പിങ്ങതാ അവിടെ മാറി എന്നാ പിടിക്ക. പാപ്പോയ്, നിങ്ങളൊരു മാതിരി പരിപാടി കാണിക്കല്ലേ? ഒന്ന് വന്ന് വണ്ടി കയറിയേ. പേടിക്കണ്ട, നീ ഒന്ന് പോടാ കുത്തക്കൂരി, വണ്ടി ഒന്ന് ഒരു കാര്യം പറയണ്ടായിരുന്നു. ആ കാര്യം 8 ആക്കി മടക്കി കൈ വെച്ചു, തിരിച്ചു വരുമ്പോ തന്നാ മതി, അല്ലെങ്കിൽ എന്റെ ശവം കാണേണ്ട വരും. പാപ്പന്റെ ഒരു കാര്യം. കുട്ടാപ്പി വണ്ടി ഇടറാ. അപ്പൊ ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അല്ല, ഇത് ഈ സാധനം വേണ്ടേ? പിന്നെ വേണ്ടേ, ചുമ്മാ കൊണ്ടുവന്നു. വിളിക്കാം. ശങ്കരേട്ടാ, സ്റ്റഡി ലീവ് വന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ചേട്ടൻ ഇങ്ങോട്ടില്ലേ, പരിപാടി നമുക്ക് പൊളിക്കാം. ശരി. അപ്പാ ആരുടെ കൂടെ വന്നേ? എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡോണി. അവന്റെ കൂടെ ബൈക്കിൽ. ക്യാമറ ചാർജറിലുണ്ടേ, മെമ്മറി ക്ലീൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫുൾ ചാർജ് ബാറ്ററി. ഇത്ര സെറ്റാണെങ്കിൽ പിന്നെ എനിക്ക് ടാലന്റ് ഉണ്ട്, ഞാൻ പൊളിക്കും. ടാലന്റ് കാര്യം പറഞ്ഞപ്പോഴാ, എടാ ചാനലിൽ എന്തെങ്കിലും കണ്ടന്റ് പമ്പിയാണ് കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, പള്ളി പെരുന്നാൾ ഫുൾ കവർ ചെയ്തു. പള്ളി പെരുന്നാളൊക്കെ ഇപ്പൊ ആര് കാണാനാണ്? അതിന് പറ്റിയൊരു ഐറ്റം എന്തെങ്കിലും ഉണ്ട്. എന്തോന്നത്? ഒരു റാപ്പ്. പാപ്പ വേറെ ക്യാമറ വേണ്ട, തൽക്കാലം നമുക്ക് ട്രംപറ്റ് പിന്നീടാക്കാം. ഇപ്പൊ പാപ്പറൊന്ന് പോസി, ഞാനൊരു അടിപൊളി ഫോട്ടോ എടുത്തു. അടുത്തതായി പള്ളിമുറ്റത്ത് നാം ഓരോരുത്തരെയും ആവേശ കൊടുമുടിയുടെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്ന, ചലനമറ്റ കൈകാലുകളെ പോലും ചുവടുവെപ്പിക്കുന്ന ജാക്സൺ ബസാർ യൂത്ത് അവതരിപ്പിക്കുന്ന ബാൻഡ് മേളം. വരുവിൻ, കാണുവിൻ. ഫാൻസ് ഡാൻസ് നീ ഓക്കല്ലേ? എടാ സിൽവർ ബട്ടൺ കിട്ടിയെന്ന് നോക്കിക്കോ. ആ റാപ്പിന്റെ കാര്യം കുറച്ച് സീരിയസ് ആയി നോക്കിക്കോണേ. കൂടെ എന്റെ ലുക്കും അഭിനയൊക്കെ വെച്ചിട്ട് സാധനം കയറി കത്തിക്കോ. അങ്ങനെ ഒരു ടോക്ക്, നിന്റെ വരികളും അങ്ങനെ പറ. ടെൻഷൻ അടിക്കേണ്ട, നമ്മളെത്തും. സമാധാനം ഉണ്ടാക്കാം. ശരി ശരി ശരി. ഓക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രേഖയാണ് വിളിച്ച, കുറച്ച് ടെൻഷൻ ഉണ്ട് അവിടെ. എന്തായാലും ഞാൻ പാപ്പനോട് പറഞ്ഞോളാം. നീ കയറിക്കോ. വേണ്ട, എല്ലാരും കേറില്ല. അപ്പോ എടാ പാപ്പം കേറില്ല. എടാ വണ്ടി എടുക്കലേ, പാപ്പം കേറില്ലാന്ന്. ഫാൻ ഷോ ഇനിയിപ്പോ എത്തും. വരട്ടെ. എന്റെ പൊന്നു പാപ്പ, എന്തോന്ന് ഇത്, വണ്ടി കയറിയേ? അപ്പൊ ചങ്കട
ആശാനെ കേൾക്കുന്നതിന് മുമ്പ് ചാടിക്കടിക്കാൻ നിൽക്കരുത്. നീ എന്നാന്ന് വെച്ചാ കാര്യം പറ. രേഖ വിളിച്ചായിരുന്നു. അവന്മാർ വീണ്ടും വെള്ളം കെട്ടിയത്. ആ നമുക്ക് സമാനം ഉണ്ടാക്കാം. പാപ്പ വണ്ടി പുകപാടില്ലെന്ന് റൂളുള്ളതാണേ. വലിച്ചാൽ നിങ്ങളെ പുറത്താക്കുവേ. ഒന്നും മിണ്ടാ കോപ്പെന്നു തലക്കെടുത്ത് തീകത്തുമ്പോഴാ വായതിരി പോകാം. നീ മേലെ കടുത്ത് വളച്ചു വർത്താനം പറഞ്ഞേക്കരുത്. പക്ഷെ കാലമായി പന്തലും കെട്ടി പട്ടയത്തിന് വേണ്ടി പട്ടി കുത്തിരിക്കുമ്പോൾ കുത്തിരിക്കാൻ നോക്കിയിട്ട് എന്നിട്ട് ആരെങ്കിലും വന്നോ? എൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നമ്മളെ തിരക്കും. പോണവർക്ക് സ്റ്റേഷനൊന്ന് കയറണം. സ്റ്റേഷനിൽ പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നേരെ വെള്ളം വന്നില്ലെങ്കിൽ ഫുൾ ബാൻഡ് സെറ്റ് കൊടുത്തുണ്ട് നമ്മളെല്ലാ ഓഫീസിലും ചെന്ന് കുത്തിയിരിക്കും. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, വെറുതെ പിള്ളേരെ പേര് പിടിപ്പിക്കാണ്ട്. നീ ഇതിലിരുന്നാൽ മതി, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കണം. എന്നാൽ മുന്നോട്ട് സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തേ. എന്തായടോ? സാറേ സമയത്ത് 2 ടൂൾസ് എടുക്കാതാ സാറേ വന്ന്. നോക്കാനൊരു ദിവസം, അളവെടുക്കാൻ വേറൊരു ദിവസം, ഇനി പണിയെടുത്ത് തീർക്കാൻ ഇത്ര ദിവസം വേണ്ടി വരും. ഉടനെ ചെയ്യാം സാർ. ഞാൻ നാളെ ടൂൾസ് എടുത്തിട്ട് വരാം സാർ. ശരി. എന്താടോ? ഞങ്ങള് ജാക്സൺ ബസാറെന്നാ സാറേ. ജാക്സൺ ബസാറോ? അതെന്ത് സാധനം? സാറേ താഴത്തെ പാടം അംഗനവാടിക്കടുത്ത്. ആ വളവ് കഴിഞ്ഞുള്ള പുറമ്പോക്ക് കോളനി. അതിനെന്താ നിങ്ങൾ വിളിച്ചേ? വിളിച്ചതല്ല സാറേ, പേരെങ്ങനെയാ? ജാക്സൺ ബസാർ. നല്ല ഫ്രീക്ക് പേരാണല്ലോ സാറേ. അത് പിള്ളേർ സെറ്റിൻ്റെ പേരാ സാറേ. ആ നന്നായി. ജാക്സൺ മരുന്ന ഇങ്ങോട്ട്. അത് ഞങ്ങളുടെ അവിടെ ഈയിടെയായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നത് തോന്നും പോലെയാ സാറേ. അതിപ്പം ഇന്നുമായിട്ട് വെള്ളം വന്നേ ഇല്ല. ഓ, സാറിന് അറിയാലോ, 4 ലിറ്റർ വെള്ളമാണേലും ഞങ്ങൾ കുടിക്കുന്നതൊക്കെ ആ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാ. ഇത് പോലീസ് സ്റ്റേഷനാ, വാട്ടർ അതോറിറ്റി അല്ല. അല്ല സാറേ, അവിടെ എന്തോ റോഡ് വരുന്നോ, ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പറഞ്ഞ് കേൾക്കുന്നതല്ലേ ഉള്ളൂ. റോഡ് വരുന്നുണ്ടെങ്കിൽ നോട്ടീസ് വരും, അന്നേരം ഒഴിഞ്ഞാൽ മതി. അതെങ്ങനെ സാറേ, വെറുതെ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിന്നെ നിനക്കൊക്കെ നഷ്ടപരിഹാരം വേണോ? ഓ, പുറമ്പോക്കിൽ ഇത്ര നാളും കിടന്നതിന് നഷ്ടപരിഹാരം ഇങ്ങോട്ടാ തരേണ്ടത്. ആർക്ക്? സാറിനോ? ഡോ, എന്താണോ എൻ്റെ പേര്? ജാക്സൺ വേലയിൽ. നീ ഏത് മറ്റടുത്ത മൈക്കിൾ ജാക്സൺ ആണെങ്കിലും ഇമാതിരി കോമാളി വേഷം കെട്ടി സ്റ്റേഷനിൽ വന്ന് ഉത്തരവിറക്കണ്ട. സർ, പാപ്പ മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. വർത്താനിച്ച് വഷളാക്കാണ്ട് കിളവനെ വിളിച്ചോണ്ട് പോടാ. പോടാ. പോയിട്ട് എന്തായി ആശാനെ? ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. ഞാനീ പിള്ളേരുടെ അടുത്ത് ചമ്മിപ്പോയോടെ ഭയങ്കര. നീ പറഞ്ഞാൽ ശരി, പോണ്ടായിരുന്നു.
പാപ്പ ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ്. ഇങ്ങനെ ഇവിടെ വെള്ളമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിലേ പട്ടയത്തിൻ്റെ പ്രശ്നമുള്ളതാ. അതിൻ്റെ കൂടെ ഇപ്പോൾ റോഡ് വരുന്ന കാര്യമൊക്കെ പറയുന്നത്. എല്ലാം കൂടെ എന്താവും എന്തോ. ശങ്കര, നമ്മുടെ ബാൻഡിൻ്റെ എത്ര രൂപ ഉണ്ട്? നീ ആ കണക്ക് നോക്കി. കാശൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, നമ്മൾ തൊണ്ട പൊട്ടിച്ചുണ്ടാക്കിയ പൈസ നമ്മുടെ കയ്യില്ലേ? അപ്പം നമ്മൾക്ക് ഇറക്കാൻ വളരെ എന്ന് ഒരേലോട് വെള്ളം. പാപ്പനിത് എന്തായി പറ്റിയത്? ഇത് ചോദിക്കാനാണോ ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയത്? പാപ്പനങ്ങ് തീരുമാനിച്ചാൽ മതി. അപ്പു, പറ പാപ്പ. അത് പേടിയുണ്ടോ? എടാ, ഇത് ഇന്നേ ഒന്നില്ല തുടങ്ങിയാണോ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നുള്ളൊരു ആദി ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് എന്നും ഉണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇനി റിഹേഴ്സൽ വെക്കാം പാപ്പ. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവട്ടെ. ആ തീ അവിടെ കിടന്ന് കയറട്ടെ. ആ നീറ്റല്ലടാ നമ്മൾ ആളുകൾ കൊടുക്കുന്ന സന്തോഷം. മതി, ഇന്നത്തെ കോട്ട തീർന്നു. മതി 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 മതി. ബ്രീത്ത് കിട്ടത്തില്ല പാപ്പ ഇങ്ങനെ വിളിച്ചാ. എത്ര ശ്വാസം ഇവന് ഊതിക്കളഞ്ഞാലും ഒരു നുള്ളു ശ്വാസം എൻ്റെ ഉള്ളിലുണ്ടാവും. ആ, ഉണ്ടായാ മതി. ഇവളിപ്പോൾ ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. നീ എന്താണ് വിളിപ്പിക്കുന്നേ? ഞാൻ ശങ്കറിലെല്ലാം സംസാരിച്ചായിരുന്നു. എന്താ സംസാരിച്ചേ? അല്ല, നാളെ നീ റിഹേഴ്സൽ വരുന്നില്ലല്ലോ. ഞാൻ രാവിലെ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ വാ. അപ്പം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ പാപ്പ ഒരു വീഡിയോ വിളിച്ചോ. ബ്രീത്തൊക്കെ എന്താവോ.